പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. ആദ്യം തന്നെ എനിക്കും ഒരു സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ നിർത്തിയ മാതാവിന് 1 കോടി നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. ഞാൻ സാക്ഷ്യം എടുക്കാൻ എൻ്റെ മൂത്ത മോൻ്റെ ഒരു പഠിപ്പിൻ്റെയും അവൻ്റെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു ഇതിൽ ആണ് കൂടുതലും ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യം തന്നെ ഞാൻ മാതാവിനെ പറ്റി അറിയണത്, മാതാവെന്ന് പറയണത് എനിക്ക് 7ാം ക്ലാസ്സിൽ നിന്ന് തന്നെ മാതാവിനോടൊരു അടുപ്പമുള്ളതും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധാലുവായി എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഒരു ആസക്തിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ കൃപാസന മാതാവ്, ഉടമ്പടി, ഇതൊക്കെ എനിക്ക് ഒത്തിരി പുതിയതായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ആദ്യം തന്നെ ഞാൻ അറിയണത് എൻ്റെ അനിയത്തി, ഞാൻ എൻ്റെ അനിയത്തി എന്ന് പറയണത് കൂടുതൽ അവളോടുള്ള സ്നേഹം കൊണ്ടാണ്. ബിക്കോസ് അവളെൻ്റെ ആങ്ങളയുടെ ഭാര്യയാണ്. അവൾ വഴിയാണ് ഞാൻ മാതാവിനെ കുറിച്ച് അറിയുകയും മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലിൽ കൂടെ അറിയുകയും ഇടയാകാൻ സാധിച്ചത്. കൂടുതലും അവൾക്ക് ലാസ്റ്റ് ഇയർ, അതായത് 2021 ഷി വാസ് ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ. അത് ഒരു വലിയ ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ ലൈഫിൽ. ബിക്കോസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഷീ ജസ്റ്റ് വെൻ ഫോർ ഒരു അബ്ഡമൻ പെയിനായിട്ട് സിവിയർ പെയിൻ ഉണ്ടായ സമയത്ത് ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് പോവുകയും പിന്നെ ക്യാൻസറിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് 1 വർഷത്തോളം ഞങ്ങൾ ഒത്തിരി വേദനയോടെ സഹിക്കേണ്ടി വന്ന ഒരു പെയിനായിരുന്നു. കുടുംബത്തോടെ മാതാവിനോട് വിളിച്ചപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങൾ പുറത്തറിയിക്കാതെ ഞങ്ങൾ വീടിൻ്റെ അകത്ത് മാത്രം അടച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ അറിയണ രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട. പക്ഷേ മകൾ ഉടമ്പടി എടുക്കുകയും അവൾ വഴി ഞങ്ങൾ കൂടുതലും മാതാവിലേക്ക് അടുക്കുകയും ചെയ്യാൻ അതൊരു കാരണമായി. അവൾക്ക് എന്നിട്ട് അത്ഭുതകരമായിട്ട് ക്യാൻസർ ഗുണപ്പെടുകയും ഇവിടെ വന്ന് 2 പ്രാവശ്യം സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട് കുടുംബത്തോടെ. ഷി ലീവ്സ് ഇൻ UK, ബട്ട് ഇവിടം വരെ വന്ന് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ പല പ്രശ്നങ്ങൾക്കും ഇതൊരു കാരണമാകും. എൻ്റെ ഉടമ്പടി തന്നെ ഒരു സാക്ഷ്യമല്ലേ, ഒരു അടയാളമല്ലേ, ചേച്ചി എടുക്ക്. ഞാനപ്പോൾ പറയുന്നത്, എനിക്ക് പല സ്ഥലത്തും ധ്യാനം കൂടാനും പല കരിസ്മാറ്റിക് അച്ഛന് ഞാൻ അവരെയൊക്കെ കുറ്റം പറയുന്നല്ല, ചിലപ്പോൾ ദൈവം എന്നെ ഇവിടെ അടുപ്പിക്കാനായിരിക്കും അവിടേക്ക് ഒന്നും എനിക്ക് ഒരു അടയാളവും ഒരു ഇതും കാണിക്കാതെ മാറ്റി വെച്ചത്. അപ്പോൾ ഞാൻ ആ ഒരു പേടി കാരണം ഞാൻ ഒരിക്കലും ഉടമ്പടി എടുക്കുകയില്ല. നീ എനിക്ക് പ്രാർത്ഥിച്ചാൽ മതി, നിൻ്റെ ഉടമ്പടിയിൽ എന്നെ ഉൾപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒഴിവാക്കി നടക്കുകയായിരുന്നു. ആ സമയത്ത് റിപ്പീറ്റഡ്ലി ഷീ യൂസ് ടു ടെൽ മീ, നോ, യു ഷുഡ് ടേക്ക്. But I kept on ignoring. I kept on telling her, no, not me, because I don't want to be disappointed again. പക്ഷേ ലാസ്റ്റ് ഇയർ, അതായത് 2022 നവംബർ, പെട്ടെന്നാണ് എൻ്റെ മകൻ്റെ ടീച്ചർ സ്കൂളിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞ്, he's not very good at studies. We may have to rethink about his admission. ബിക്കോസ് ഞങ്ങൾ വിചാരിച്ച പോലെ ജോസഫ് അത്രയും അങ്ങോട്ട് കാര്യമായിട്ട് പഠിപ്പിലേക്ക് ഇത് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി ഒരു പ്രോബ്ലംസ് വരികയും ആ സമയത്ത് പെട്ടെന്നാണ് എനിക്ക് തോന്നിയത്, ഓക്കെ, ഉടമ്പടി എടുക്കാം. അപ്പോഴും പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് ഇത് പ്രിപ്പയർ ആകണില്ല. വീട്ടിൽ പോലും ഞാൻ പറഞ്ഞില്ല, മമ്മീനോടും വീട്ടിൽ ആരോടും മക്കളോടും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. രാവിലെ എണീറ്റതും നമുക്കിന്ന് കൃപാസനത്തിൽ പോകണം. എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു വിളി പോലെ തോന്നി, ഇന്ന് നമുക്ക് കൃപാസനത്തിൽ പോകണം. ഇവിടെ എത്തുമ്പോൾ ഐ തിങ്ക് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ശരിക്കും അറിയാൻ പാടില്ലായിരുന്നു. ഇവിടെ എത്തുമ്പോൾ ഞാൻ 12:30, 1 o'clock ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ ഇതായത്. പക്ഷേ ആ സമയത്ത് എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഐ ജസ്റ്റ് കെയിം ഹിയർ ആസ് റാൻഡം, ആസ് എ കോൾ. ഇവിടെ വരുമ്പോൾ എന്നും ഇല്ലാത്ത ഒരു തിരക്ക്. ആ സമയത്ത് ഐ തിങ്ക് മോർ ദാൻ 200 people ഹാവ് ജസ്റ്റ് ഗോൺ ഇൻസൈഡ് ഫോർ ദ ഫസ്റ്റ് ബാച്ച്. സെക്കൻഡ് ബാച്ചിന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണേ ബിക്കോസ് ഓഫ് ദ റഷ്. അപ്പോൾ ഞാനിവിടെ എത്തി, ഇനി 2 ആൾ കൂടിയേ ഉള്ളൂ എൻ്റെ നെക്സ്റ്റ് ഫോം വാങ്ങിക്കാനായിട്ട്. ആ സമയത്ത് അവർ പറയാണ്, നെക്സ്റ്റ് ബാച്ച് 2:30 വിളിക്കത്തുള്ളൂ. ബട്ട് ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് തളർന്നു പോയില്ല. ഓൾദോ ഐ വാസ് ഫീലിംഗ്
it's going to take too much for me to stand here to get an application to, take covenant. അപ്പോഴും മക്കൾ വന്ന് പറയും, മമ്മി നമുക്ക് വീട്ടിൽ പോകാം, എന്നാൽ അടുത്ത പ്രാവശ്യം വരാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോനെ അന്ന് ഒത്തിരി പനിച്ച് വന്ന് നിൽക്കുകയാണ്. എന്നെന്നില്ലാത്ത പനി. അന്ന് പനി കൂടി ഇവിടെ വന്നിട്ട് ഒത്തിരി കൂടി. അന്നാണെങ്കിൽ ഞാൻ മരുന്ന് പോലും കരുതിയിട്ടില്ലായിരുന്നു. ഐ ജസ്റ്റ് കെയിം ജസ്റ്റ് ലൈക്ക് ദാറ്റ് വിത്തൗട്ട് ഈവൻ ടേക്കിംഗ് എനി പ്രിക്കോഷൻസ്, വിത്തൗട്ട് ഈവൻ ടേക്കിംഗ് എനി മെഡിക്കേഷൻസ്. ഇവിടെ വന്നിട്ട് ഞാൻ മമ്മിയോട് പറയും, മമ്മി അവനെ താഴത്തെ നിലത്ത് മാതാവിൻ്റെ സന്നിധാനത്തിലാണ് നമ്മൾ വന്നേക്കണത്. ഐ ബിലീവ് ദറ്റ് ഷീ വിൽ ടേക്ക് കെയർ ഓഫ് ഹിം. അവനെ നിലത്ത് കിടത്തും. അവൻ പനി കൊണ്ട് തിളച്ച് വന്ന മകനാണ്. ഒരു 10 നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ വെള്ളം പോലെ ആകണത് ഞാൻ കണ്ടു ഇവിടെ തന്നെ. ഹി വാസ് സ്വെറ്റിംഗ് അ ലോട്ട് ആൻഡ് ഹി വാസ് കംപ്ലീറ്റ്ലി ആ ഒരു ചൂട് പോയി മാറി തണുത്ത് വെള്ളം പോലെ ആയി. ആ കൊച്ച് നോർമലായിട്ട് ഞാൻ നോക്കുമ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റ് ഹീ സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു മീ. ഹീസ് ജോസഫ്, ഹീസ് ഡാനിയൽ. ജോസഫിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവന് എൻ്റെ അരികിൽ വന്നിട്ട് നിന്നിട്ട് പറയും, മമ്മി ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു. എനിക്ക് അങ്ങനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല. അവൻ എൻ്റെ കൂടെ വന്ന് നിൽക്കണം. അവനെ ഞാൻ ഒരു കണക്കിനാണ് എടുത്തുകൊണ്ട് ഇവിടം വരെ എത്തിയത്. ബിക്കോസ് അവന് അത്രയും പനിയുണ്ടായിരുന്നു. അവൻ അത്രയും വീക്കായിട്ട് നിൽക്കണ ഒരു സമയത്ത് റെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വിൽ കം ഫോർ ദ കവനന്റ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തുകൊണ്ട് നിൽക്കല്. ഐ തിങ്ക് ഇറ്റ് വാസ് 4:30. ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ സഞ്ചാരി മാതാവ് എന്ന് പറഞ്ഞ ഒരു കാര്യം കേൾക്കണം. അപ്പോൾ ഞാൻ ഓർക്കണം, ഇതെന്താണ്, ഇത് പുതിയതായിട്ടാണ്, ഞാൻ ആദ്യമായിട്ടാണ് മാതാവിനെ പറ്റി ഇങ്ങനെ ഒരു ഇത് കേൾക്കണത്. അപ്പോൾ ആ നിമിഷം ആ ഒരു ഇത് കേട്ട ഉടനെ കണ്ണടച്ച് ഞാൻ മാതാവിനെ ധ്യാനിക്കുകയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കേലി ഈ ആൾത്താരിൽ നിൽക്കണ മാതാവ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കയറി വരുന്നതായിട്ട് അവിടെ തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് ദാറ്റ് വാസ് സംതിങ് ബിഗ് ഫോർ മീ. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇതിനാണ് എന്നെ മാതാവ് ഇവിടം വരെ കൊണ്ടുവരുന്നത്, ഇവിടം വരെ എത്തിച്ചത് മാതാവിൻ്റെ ഒരു പ്ലാനാണ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ എനിക്ക് മനസ്സിലായി. തിരിച്ചു പോവുകയും ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി എടുത്ത് വെച്ച് പള്ളിയിൽ പോകാനാണെങ്കിലും ഹോസ്പിറ്റലിൽ വിസിറ്റ് ആണെങ്കിലും പത്രം കൊടുക്കുകയാണെങ്കിലും ആദ്യമൊക്കെ എനിക്ക് മടിയുണ്ടായിരുന്നെങ്കിലും എങ്ങനെ കൊണ്ടുപോയി കൊടുക്കും, ആൾക്കാർ എന്ത് വിചാരിക്കും, എങ്ങനെയാണ് അവരെ കൺവിൻസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഇത് ചെയ്യുമെന്നൊക്കെ മടിച്ച് നിന്നെങ്കിലും ഓരോ സമയം ഞാൻ മടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മക്കളാണ് പറയുന്നത്, മമ്മി നമുക്ക് ഇത് ചെയ്ത് തീർക്കാം, ലെറ്റ്സ് ഫിനിഷ് ദിസ്, വാട്ട് എവർ ഷീസ് ടോൾഡ്, യു ആർ പ്രോമിസ്ഡ് മദർ മേരി ദാറ്റ് യു വിൽ ഡു ഇറ്റ്, ലെറ്റ്സ് ഗോ ഡു ഇറ്റ്. അവർ എൻകറേജ് ചെയ്യുകയും പോവുകയും കാണുകയും എല്ലാം. ഹോസ്പിറ്റൽ വിസിറ്റ് ആണെങ്കിലും അവിടെ ചെന്ന് ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് തന്നെ ഞാനേ അറിയാതെ അവരോട് ആസ് ഇഫ് അവരെൻ്റെ ആൻറ്റിയോ അങ്കിളോ അങ്ങനെ വിചാരിച്ചാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാനായിട്ട് എനിക്ക് മാതാവ് ഒരു കഴിവ് തരികയും അവരുടെ വേദന എനിക്ക് ഫീലാകുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എങ്കിലും അവരോട് മാതാവ് എല്ലാം നോക്കിക്കോളും, നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ആശ്വാസം പറഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു അമ്മ ഇതുപോലെ അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് പത്രമൊന്നും കൊടുക്കണില്ല. ഓൾദോ ഐ വാസ് ക്യാരിങ് മാതാവിൻ്റെ പത്രം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊടുക്കണില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കണത് ഈ പത്രം ശരിക്കുള്ള കൈകളിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. എല്ലാവരുടെയും കയ്യിൽ കൊടുത്താൽ ചിലപ്പോൾ അവർ വലിച്ചെറിഞ്ഞിട്ട് കളഞ്ഞാൽ എനിക്ക് പോലും വിഷമം ഉണ്ടാവും. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ഇറ്റ് ടു എനി റാൻഡം പേഴ്സൺ, ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് ഇറ്റ് ടു സംബഡി ഹൂ ഡിസേർവ്സ് മാതാവ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടുന്ന് ഇറങ്ങണത് തന്നെ. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു അമ്മ ഇങ്ങനെ എൻ്റെ അരിയിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ അവർക്ക് പത്രം കൊടുക്കുക. അപ്പോൾ അവരെ വിളിച്ചിട്ട് ചേച്ചി ഇന്ന മാതാവിൻ്റെ പത്രമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറയണതാണ്, ഈ ഒരു നിമിഷം വരെ ഞാൻ വിഷമിച്ച് ഒരു നല്ല വാക്ക് എനിക്ക് ആരെങ്കിലും പറയൂലേ എന്ന് ഓർത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മോളെ എനിക്ക് ഈ പത്രം തന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ബിക്കോസ് ഞാൻ മാതാവിനെ ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ കൃപാസനം എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ പോകാറുണ്ട്, വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത്, മാതാവ് യു ഡിഡ് വാട്ട് ഈസ് ഇറ്റ് റിക്വയർഡ് ടു ബി ഡൺ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ഡു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ഇത് ചെയ്യുക. ആദ്യം തന്നെ ഞാൻ മെയിൻലി പറയേണ്ട കാര്യങ്ങൾ 1-2 പറഞ്ഞില്ല. എൻ്റെ പേര് വിൽമ വിൻസെൻറ്റ്. ഞാൻ ആക്ച്വലി ഞങ്ങൾ ഒരു 40 ഇയേഴ്സോളം ബാംഗ്ലൂരിൽ താമസിക്കുകയും അവിടുത്തെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് ഒത്തിരി ആഗ്രഹിച്ചാണ് എൻ്റെ മമ്മി നാട്ടിലേക്ക് വരണമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ മാതാവ് ഞങ്ങൾക്ക് ഒരു വീട് ഒരുക്കി തന്നുകയും നാട്ടിലേക്ക് പോരുകയും നാട്ടിലേക്ക് പോരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ അവശേഷിച്ചത് ഈ 2 മക്കളും എൻ്റെ മമ്മിയും
എൻ്റെ കയ്യിൽ ഒരു പെറ്റീഷൻ, ഡിവോഴ്സ് പെറ്റീഷൻ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് വാസ് ലൈക്ക് റീസ്റ്റാർട്ട് ഫോർ മീ ഓൾ ഓവർ അഗൈൻ. ലൈഫിനെ തിരിച്ചും പഴയതിൽ നിന്ന്, അതായത് ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ നിൽക്കണമായിരുന്നു. കുരുത്തം പോലെ ഒരു ജോലി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജോലിയിൽ പല പ്രശ്നങ്ങൾ, അതുവരെ എല്ലാം നല്ലപോലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ എം നോട്ട് ഡീമോട്ടിവേറ്റിംഗ് ഓൾ ഓഫ് യു ബൈ സേയിങ് ദിസ്, ബട്ട് ദർ ഈസ് എ മിറക്കിൾ അറ്റ് ദി എൻഡ് ഓഫ് ദിസ്. ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഓരോ മാസവും എനിക്ക് ജോലിയിൽ തന്നെ ഓരോ പ്രശ്നങ്ങളും, അതായത് ക്വാളിറ്റി ഇഷ്യൂ, ലേറ്റ് ജോയിനിങ്, ബിക്കോസ് ഐ വാസ് ഡൂയിങ് നൈറ്റ് വർക്ക് ആൻഡ് ഐ ഹാഡ് ടു സ്റ്റേ അപ്പ് ലേറ്റ് ഇൻ ദ നൈറ്റ്. ചില സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ലേറ്റാകും, എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ. ഇന്ന് വരെ ഇല്ലാഞ്ഞത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർക്കണം, എന്തെങ്കിലും ഞാൻ പാഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ ഉടമ്പടിയിൽ? ഷുഡ് ഐ റീഡു ഇറ്റ് അഗൈൻ? ഷുഡ് ഐ ചെക്ക് ഓൺ മൈ സെൽഫ്? അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇതുപോലെ വരുമ്പോൾ ഉടനെ ഒന്നും കൂടി ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുക, ഒന്നും കൂടി ആൾക്കാർക്ക് പ്രേക്ഷിത വില ചെയ്യാനും ഭക്ഷണങ്ങൾ കൊണ്ട് കൊടുക്കാനും ഇതാണ് ഞാൻ ചെയ്യണം. അപ്പോൾ വാട്ട് ഐ ഫീൽ ഈസ് മേ ബി ഐ ഹവ് ഡൺ സംതിങ് റോങ്, ഐ ഹവ് നോട്ട് ഡൂയിങ് സംതിങ് കറക്റ്റ്ലി. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ ഈ ഓടിപ്പോയി ഒന്നും കൂടി എല്ലാം ചെയ്യണത്. പക്ഷേ ഇത് എത്രത്തോളം ഞാൻ ദൈവത്തിൽ അടുക്കാൻ ചെല്ലണോ ആ സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു വേദന, അതും ജോലിയിൽ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു സംതിങ് ഗോഡ് ഈസ് ട്രൈങ് ടു ഗിവ് മി എ മെസ്സേജ് ത്രൂ ദിസ്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇതുപോലെ വീട്ടിൽ മാതാവിൻ്റെ നടയൊക്കെ തുടച്ച്, വീക്ക്ലി വൺസ് അങ്ങനെ ഒരു റുട്ടീനുള്ളതാണ്. അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു വചനം വന്നിറങ്ങാണ്, നിൻ്റെ നാശത്തിനല്ല നിൻ്റെ ക്ഷേമത്തിൻ്റെ പദ്ധതി മാത്രമേ എൻ്റെ അടുത്തേ ഉള്ളൂ. അത് കേട്ടതോടെ എനിക്ക് ക്ലിയറായി. സോ ഇറ്റ് ഈസ് യു ഹൂ ഈസ് ഡൂയിങ് ദിസ്, ലെറ്റ് യുവർ വിൽ ബി ഡൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് എല്ലാം സറണ്ടർ ചെയ്ത് ഓരോ മാസവും എനിക്ക് ഓരോ ഇഷ്യൂസും അതായത് ജോലിയിൽ തന്നെ ഈ സാലറി ഇഷ്യൂസ് കൂടി വരികയും എനിക്ക് സാലറി കുറഞ്ഞു വരികയും ഒരു മാസം എനിക്ക് പെട്ടെന്ന് 5,000 rupees, ക്യാൻ യു ഇമാജിൻ 5,000 rupees ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ച് ഞാനൊന്നും ജീവിക്കാനും പറ്റത്തില്ല, അതായത് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റത്തില്ല. ബട്ട് ആ സമയത്ത് ഞാൻ ഓർത്തത് ഇതിലെന്തോ ഒരു കാര്യമുണ്ട്, അല്ലാതെ എനിക്ക് ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല. ബട്ട് എന്നാലും ആ ഒരു പൈസ എടുത്തുകൊണ്ട് പോയി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചായിരിക്കും, രണ്ട് പേർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാനുള്ള ഇതേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ആരോടെങ്കിലും എൻ്റെ കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ചോദിക്കാനോ ഞാൻ നിൽക്കാതെ I was only moving ahead with covenant. I did not stop myself by saying, no, I can't do it. Just because I did this, മാതാവ് എന്തൊക്കെയോ എൻ്റെ ലൈഫിൽ മാറ്റങ്ങളുണ്ട്, ഇതിനെല്ലാം നല്ല പോലെ ഞാൻ ജീവിച്ചതാണല്ല. Why did I take covenant? No, I did not think of all that. I was only correcting myself. But today, I am here to say you all that ഈ ഫ്രൈഡേ അതായത് മാതാവിൻ്റെ ജന്മതിരുന്നാളുടെ ദിവസം എനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനും അതിന് ഇനോഗ്രേഷൻ ഓഫ്ലൈനും ഓൺലൈനും ലോഞ്ച് ചെയ്യാനായിട്ട് മാതാവിനെ സഹായിച്ച് ഇന്ന് എനിക്ക് ധാരാളം ഒന്നും പറയാനില്ലെങ്കിലും മാതാവ് എനിക്ക് ഫൈനാൻഷ്യലി കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്ത് ആരെയും ഡിപ്പെൻഡ് ആകാതെ ഒരു രൂപ ലോൺ എടുത്ത് എനിക്ക് കടബാധ്യത ഉണ്ടാക്കാതെ മാതാവ് എല്ലാം കൊണ്ടും എന്നെ സഹായിച്ച് ഷീ മേഡ് മീ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്റ്റാൻഡ് ബൈ മൈ സെൽഫ്. It is not because of me, it is because of Mother Mary that she has taken care of my life, my health, my personal life, my children. Even മമ്മിയുടെ കാര്യമാണെങ്കിലും ഉടമ്പടിയിൽ എഴുതിയ 6 നിയോഗത്തിൽ 5 നിയോഗങ്ങളും എനിക്ക് ഇന്ന് മാതാവ് ഫുൾഫിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലാണ്. പക്ഷേ ഈ രണ്ടാമത് പുതുക്കിയപ്പോൾ തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ നടത്തി തന്ന മാതാവിന് കൂടാനുകൂടി നന്ദി പറയാൻ മാത്രമേ എൻ്റെ ഓരോ ദിവസവും ചിലവാക്കണുള്ളൂ. ഞാൻ ചെറുതായിട്ട് ഈ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഈ 5 നിയോഗത്തിൻ്റെ ചെറിയൊരു ഇത് മാത്രമേ ഞാൻ പറയണുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഷീ ഗേവ് വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ടുഡേ വെൻ ഐ സ്റ്റാൻഡ് ഹിയർ ഐ എം സോ ഹാപ്പി, ഐ എം സോ പീസ്ഫുൾ, ഐ എം സോ റിലയബിൾ, ഐ എം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ജീസസ് ക്രൈസ്റ്റ് ബിക്കോസ് ഐ ക്യാൻ സീ ഹീ ഈസ് ദെയർ വിത്ത് മീ, ഹീ ഈസ് നെക്സ്റ്റ് ടു മീ ടു പ്രൊട്ടക്ട് മീ വിത്ത് എവറിത്തിങ്. ആ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനോടെയാണ് ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് ഓർത്ത പല കാര്യങ്ങളും ടെൻഷൻ, പല കാര്യങ്ങളും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അത് ഞാൻ ഒറ്റയ്ക്ക് വിഷമിച്ച ഓരോ ദിവസങ്ങളുണ്ട്. ഇന്ന് ഞാൻ നിൽക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കൂടെയാണെന്നുള്ള ഒരു അടയാളത്തോടെയാണ് ഞാൻ പറയുന്നത്. ഐ ക്യാൻ സീ മൈ ഗോഡ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു മീ ആൻഡ് ടെലിങ് മീ വാട്ട് ഐ ഷുഡ് ബി സേയിങ് റൈറ്റ് നൗ. ആദ്യം തന്നെ ഓക്കെ, സോ
എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങളും ഇത്രയേറെ സന്തോഷങ്ങളും സമാധാനങ്ങളും തന്ന മാതാവിനും തിരുക്കുമാരനെയും കൂടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ വാർത്തകൾ നിർത്തുക. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിജി ജോസ്. ഞാൻ അങ്കമാലിക്കടുത്ത് കറുകുറ്റി പന്തയ്ക്കൽ മദർ തെരേസ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 25, 2022 ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഒരു നേഴ്സാണ്. 11 വർഷം സൗദി അറേബ്യയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം നാട്ടിൽ 5 വർഷത്തോളം നാട്ടിൽ വെറുതെ നിന്നു. അതിനുശേഷം ആ 5 വർഷത്തിൻ്റെ ഇടയിൽ നാട്ടിൽ വന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ജോലി ചെയ്യണം. അപ്പോൾ 2 വർഷത്തിന് ശേഷം ഒരു 3 വർഷത്തോളമായിട്ട് ഞാൻ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടും എനിക്ക് ജോലി അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. അവസാനം UK സീനിയർ കെയർ അസിസ്റ്റൻറ്റിൻ്റെ വിസ പ്രോസസ്സിങ് നടക്കുന്നതായിട്ട് ആ വിസ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനിതിന് അപ്ലൈ ചെയ്ത് 1.5 വർഷത്തോളം ഞാൻ അതിൻ്റെ പിന്നാലെ നടന്നു. ആദ്യം ഒരു ഏജൻസി അപ്ലൈ ചെയ്തു, ഒരു എക്സാമെല്ലാം പാസ്സായി, ഒരു 6 മന്ത്സോളം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അത് ഏജൻസി ഫേക്കാണെന്ന് പറഞ്ഞ് അങ്ങനെ അതിൽ നിന്ന് മാറി വേറെ ഏജൻസി അപ്ലൈ ചെയ്തു. വേറെ ഏജൻസിയിൽ കൊടുത്തിട്ട് വീണ്ടും വെയിറ്റിങ്, എന്ത് ചെയ്തിട്ടും നടക്കുന്നില്ല. അതിനുശേഷം കുറേ ഇതിൻ്റെ പിന്നാലെ നടന്ന് പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു കോവിഡ് പ്രോബ്ലം, അതുകൊണ്ട് ഉക്രൈനിയയിൽ നിന്ന് വന്ന ആൾക്കാരെ അവർ നേരിട്ട് റിക്രൂട്ട് ചെയ്തു, അതുകൊണ്ട് നിങ്ങളുടെ വിസ ക്യാൻസലായി. അപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 3 പ്രാവശ്യം OET ട്രൈ ചെയ്തു. ആ പ്രോസസ്സ് അത് നടന്നുകൊണ്ടിരിക്കെ തന്നെ വീണ്ടും ഈ സീനിയർ കെയർ അസിസ്റ്റൻ്റ് വിസ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം 3-ാമത്തെ പ്രാവശ്യം 2-ാമത്തെ പ്രാവശ്യം റിജക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ ചെറുപ്പം മുതൽ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല. എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ ഞാൻ കൊന്ത പിടിച്ച് രാത്രി കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നിന്നെ വിളിച്ചിട്ടാണ് നടക്കണ്ടായിരുന്നത്. എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയാണെങ്കിലും മാതാവിൻ്റെ ഭയങ്കര ഒരു വിശ്വാസിയായിരുന്നു. ഞങ്ങൾ 2 പേരാണെങ്കിലും മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, സാമ്പത്തികമായിട്ടാണെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതുപോലെ ആൾ സഹായമായിട്ടാണെങ്കിലും ആര് വിളിച്ചാലും എപ്പോൾ വേണമെങ്കിലും അവരെ കൂടെ പോകാനും എന്ത് സഹായത്തിനും റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് പോലും എന്തിനാണ് ദൈവമേ എന്നോട് ഈ പരീക്ഷണം എന്നായിരുന്നു എനിക്ക് മാതാവിനോടുള്ള ചോദ്യം. അതുപോലെ നാട്ടിൽ ഞങ്ങൾ സെറ്റിലായപ്പോൾ തൊട്ട് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും, എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ദിവസങ്ങളിലൊഴിച്ച് ബാക്കി എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളായിരുന്നു ഞങ്ങൾ. ഈ കോവിഡിൻ്റെ സമയത്ത് പോലും അച്ഛൻ പറയുമായിരുന്നു 5 പേര് മാത്രം പള്ളിയിൽ വരാവൂ എന്ന് പറയുന്ന സമയത്ത്, ചേട്ടൻ പള്ളിയിലൊരു കൈക്കാരനായിരുന്നു. അപ്പം ഞാനും ചേട്ടനും മറ്റേ കൈക്കാരൻ ചേട്ടനും ആ ചേട്ടൻ്റെ ഭാര്യയും കപ്പ്യാരും അച്ഛനും മാത്രമായിരുന്നു കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുർബാനയിലെല്ലാം പോയിക്കൊണ്ടിരുന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞു. എൻ്റെ ഒപ്പം ഈ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരുന്ന എല്ലാ കുട്ടികളും പോയിട്ടും ഞാൻ പിന്നെ പള്ളിയിൽ പോകാൻ മടിച്ചു തുടങ്ങി. കാര്യം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. പള്ളിയിൽ കുർബാനയ്ക്ക് പോയാൽ ഞാൻ ഓടി വീട്ടിലേക്ക് പോരും. കാര്യം എല്ലാവരും എന്നാ പോണേ, നിൻ്റെ കാര്യം ശരിയായില്ലേ, ഇതാ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നം ഇതായി. അവസാനം എന്നോട്, ഞാൻ എൻ്റെ ഇടവകയിൽ വരുന്നൊരു ചേച്ചിയുണ്ട് റിയ എന്ന് പറഞ്ഞിട്ട്, ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ലിജി നീ കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്തൊന്ന് പോയി നോക്ക്. അപ്പോൾ പണ്ട് എല്ലാവരും പറയണ പോലെ ഒരു സംശയവും ഒരു വിശ്വാസക്കുറവ് എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പണ്ട് മുതലേ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണതാ, ഈശോയുടെ അടുത്ത് പോണതാ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോണതാ, പിന്നെ എന്തിനാ അവിടെ തന്നെ പോണേന്നുള്ള ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ ആ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി, പിന്നെ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഈ അച്ഛൻ്റെ ധ്യാനങ്ങളും അതുപോലെ സാക്ഷ്യങ്ങളും പതുക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്തോ കുറച്ച് വിശ്വാസം വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ ആൻറ്റി ഉണ്ടായിരുന്നു, മിനി ആൻറ്റി, ആളിവിടെ വന്നിട്ടുണ്ട്. ആളുടെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നത്. അത് ഓഗസ്റ്റ് 25 2022 അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒരു 2 മാസം പോയി. ഞാൻ ഈ ഉടമ്പടിയിൽ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
2 മാസം ആവാറായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവിടെ വന്ന് പോയപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, ആൻറ്റിയുടെ മോനും കാനഡയ്ക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ നോക്കണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ലിജി അച്ഛൻ പറയാറില്ലേ ഈ ഡേറ്റ് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യം. അപ്പം ഞാൻ അതേപോലെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം ആ നിമിഷം എൻ്റെ മനസ്സിൽ തോന്നി, മാതാവേ, എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ 2-3 വർഷമായി ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണു. ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഈ 2023 ജനുവരി 1 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് എനിക്ക് നാട്ടിൽ നിന്ന് പോയിരിക്കണം, നീ എന്നെ UK എത്തിച്ചിരിക്കണം എന്ന് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അതിനുശേഷം ഇവിടെ ഞാൻ ജപമാല റാലിക്ക് വന്നു. ജപമാല റാലിക്ക് വന്നിട്ട് തിരിച്ചു പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രോസസ്സിങ് പടയെന്ന് നടക്കാൻ തുടങ്ങി. നവംബർ 15 ഞാനിവിടെ നിന്ന് UK പോയി. ഞാനിപ്പോൾ UK വർക്ക് ചെയ്യണത്. ഞാൻ ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയും മക്കളെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. 5.5 മാസമായി. മിനിയാന്ന് 6 മാസമായി ഞാൻ UK പോയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ കെയർ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ എല്ലാവർക്കും കിട്ടുന്നതിലും 1 പൗണ്ട് കൂടുതൽ സാലറിയാണ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് ദൈവം എന്നെ നിയോഗിച്ചത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെയും 2ാമത്തെയും എൻ്റെ പ്രോസസ്സിങ് ഡിലേ ആക്കിയതും എൻ്റെ വിസ പ്രോസസ്സിങ് ഒന്നും നടക്കാതെ അത് ക്യാൻസലായി പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ ഇന്റർ ലണ്ടനൊക്കെ ആണെങ്കിൽ ഒരുപാട് റൂം റെൻ്റാണ് അവിടെ. ഒരു 1600 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു 1,60,000 രൂപയാണ് അവിടുത്തെ റൂം റെൻറ്റ്. നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1,70,000, 80,000 അല്ലെങ്കിൽ മാക്സിമം 2 ലക്ഷം രൂപയാണ്. അതിൽ നിന്ന് ഇത്രയും റൂം റെൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് നമ്മൾ എന്തിനാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നതെന്നൊരു ചോദ്യം. പക്ഷേ എൻ്റെ ദൈവവും പരിശുദ്ധ അമ്മയും എന്നെ കൊണ്ടു ചെന്ന് എത്തിച്ചത് ബ്രിട്ടീഷുകാർ മാത്രം ജീവിക്കുന്ന ഒരു ഏരിയ. അതായത് അങ്ങനെ പറയുമ്പോൾ നമുക്ക് പേടിയാണ്. ഇവിടെ പുതിയൊരു സ്ഥലം, പുതിയൊരു രാജ്യം, പുതിയ ആൾക്കാർ. അവിടെ ആയിട്ട് ചെല്ലുമ്പോൾ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഒരു ടെൻഷനും ഇല്ലാണ്ട് വളരെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ദൈവം എന്നെ കൊണ്ടെത്തിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് പറയും, സീനിയേഴ്സ് ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സീനിയർ കെയർ ആണെങ്കിൽ പോലും വേറെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ജോലി ചെയ്യുന്ന ഒരു ജോലിയും ചെയ്യേണ്ട. ശരിക്കും നഴ്സുമാരെ എങ്ങനെ ജോലി ചെയ്യുന്നു ആ ഒരു സെയിം ജോലി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ റൂം റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സ് കൊടുക്കുന്നത് ഒരു ബെഡ്റൂമിന് 800 പൗണ്ട്സ് കൊടുക്കുന്നിടത്ത് 3 ബെഡ്റൂമിന് ഞാൻ 450 പൗണ്ട്സാണ് കൊടുക്കുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഈ ആൾത്താരയുടെ മുമ്പിൽ എന്ന് പറയാനായിട്ട് കഴിയും. വിസയുടെ പ്രോസസ്സിങ് ആണെങ്കിലും ഹസ്ബൻഡും കുട്ടികളുടെ യാതൊരു തടസ്സം കൂടാതെ നടന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ആ വിസയുടെ ഏജൻസിക്കാർ കൊടുത്തപ്പോൾ അവർ വേറെ കുറേ പേപ്പേഴ്സ് ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ ഈ പേപ്പേഴ്സ് ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എൻ്റെ വിസ റെഡിയായി. പിന്നെ വേറെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 23 വർഷമായിട്ട് ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ട് സെക്കൻഡ് ഇയർ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ സ്കിന്നിലൊക്കെ ഒരു അലർജി പോലെ വരുമായിരുന്നു. അതിപ്പോൾ സോപ്പ് എടുക്കുമ്പോഴും ഡ്രൈ ആകുമ്പോഴൊക്കെ ഒത്തിരി കൂടുതലാകുമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലത്ത് കയ്യിൽ എല്ലാ ജോയിൻസിലും ഈ കൈയുടെ എല്ലാ ജോയിൻസിലും ഇങ്ങനെ ചെറിയ സ്കിൻ പീല് പോലെ വരുമായിരുന്നു. ഒരു 5-6 വർഷമായിട്ട് ഈ വലത്ത് കാലത്തിൻ്റെ പാദത്തിൻ്റെ മുകളിലായിട്ട് ഈവൻ നമ്മൾ ഷൂ ഇട്ടാൽ പോലും അവിടെ ഒരു സ്കിൻ പീല് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ ബാൻഡേഡൊക്കെ വെച്ച് നടക്കുമായിരുന്നു. അതെപ്പോഴും അല്ല, മെഡിസിൻ പുരട്ടുമ്പോൾ അത് പോവും, അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ പറയണ പോലെ തന്നെ ഉടമ്പടി തൈലും ഉപ്പൊക്കെ പറ്റാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവമേ ഇതെന്താണാവോ, എല്ലാവർക്കും അത്ഭുതങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ഞാനൊരു സാക്ഷ്യം കണ്ടു. ഞാൻ ആ കുട്ടിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, ഒരു കുഞ്ഞു കുട്ടിയാണ്. ആളുടെ അമ്മയാണ് കൊച്ചിന് വേണ്ടിയിട്ട് സാക്ഷ്യം പറയണത്. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ അവളിപ്പോൾ LKG സെക്കൻഡ് സ്റ്റാൻഡേർഡ് എന്തോ പഠിക്കുന്നത്. ആ സമയം മുതൽ ആളുടെ കൈകൾ ഇങ്ങനെ പൊട്ടി ഒലിച്ചൊഴുകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു, 2 കൈകളും. അപ്പോൾ കൊച്ചു സ്കൂളിൽ ചെന്നിരിക്കുമ്പോൾ എല്ലാവരും അവളെ കളിയാക്കുന്നു, അവൾക്ക് അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ വന്നിട്ട് ആ അമ്മ ഇവിടെ ഇരുന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ആ സംഭവം മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കൈ പൊട്ടി പഴുത്തൊഴുകുന്ന ആ കുഞ്ഞിനെ സുഖപ്പെടുത്താനായിട്ട് നിനക്ക് കഴിയുമെങ്കിൽ ഇതും എൻ്റെ അമ്മയ്ക്കും ദൈവമാതാവിനും ദൈവകുമാരനും ഇത് മാറ്റിത്തരാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഉടമ്പടി തൈലം ഉപ്പും പുരട്ടാൻ തുടങ്ങി. അത് ഞാൻ പുരട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഞാൻ UK പോയി കഴിഞ്ഞപ്പോൾ ഞാനത് പുരട്ടിയില്ലായിരുന്നു. ഞാൻ നെറ്റിയിൽ മാത്രം ഉടമ്പടി തൈലം തൂക്കുമായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഉപ്പ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല എപ്പോഴാണ് ഈ സ്കിൻ പീൽ മാറിയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കാലിലാണെങ്കിലും ഒരു പാട് പോലും കാണാൻ പറ്റണില്ല. പിന്നെ ഒരു 10 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് നമുക്ക് വെയിലത്ത് നോക്കാനോ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബൻസ്, മൈഗ്രെയിൻ ഉള്ളവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. അതുപോലെ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ വേദന വരുന്ന സമയത്ത് ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് ടാബ്ലറ്റ് കഴിച്ചിട്ട് കിടക്കുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നന്നായി ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ സംഭവം മാറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പം എനിക്ക് ആ പ്രശ്നം ഇല്ല. അതുപോലെ തന്നെ ഒരു 8 വർഷമായിട്ട് പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് എണീക്കാൻ പറ്റില്ല. ഒരു 2 മെഫ്താൽ സ്പാസെങ്കിലും കഴിക്കാതെ എനിക്ക് ബെഡിൽ നിന്ന് പൊങ്ങാൻ പറ്റാത്ത ഞാനാണ്. ഇപ്പോൾ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയ പോലുമില്ല. അങ്ങനെയാണ്. പിന്നെയുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി ഞങ്ങൾ നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ വന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് മദ്യപാനത്തിൻ്റെ ശീലമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ ബിസിനസ് ശ്രദ്ധിക്കാതെയായി, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസൊക്കെ വന്നു. പിന്നെ നമ്മളെ അധികം ശ്രദ്ധിക്കാതെ വന്നു, കെയർ ചെയ്യാതെ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴും ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഞ്ഞിക്കകത്ത് ഈ ഉടമ്പടി ഉപ്പ് ഇട്ടിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കംപ്ലീറ്റ് അല്ലെങ്കിലും ആളുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളെ ഒട്ടും മൈൻഡ് ചെയ്യണില്ല, നമ്മളൊട്ടും കെയർ ചെയ്യണില്ല, അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പരാതിയായിരുന്നു. പക്ഷെ അവസാനമായപ്പോൾ ഞാൻ പരാതി നിർത്തി. ഞാൻ പരാതി പറഞ്ഞു ദൈവത്തിനോടും മാതാവിനോടും മാത്രം. പക്ഷെ അതിന് പരിഹാരം ഉണ്ടായി. ഇപ്പം എൻ്റെ കെട്ടിയവൻ എന്നെ പഴയതിലും കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളാണ്. ഞങ്ങൾക്ക് 2 മക്കളാണ്. മോൻ്റെ പേര് യൂജിൻ ക്രിസ്റ്റോ ജോസ്. അവൻ 17 വയസ്സ്, ഇപ്പോൾ +2 കഴിഞ്ഞു. മോളാണെങ്കിൽ ഇവാ മരിയ ജോസ്, അവൾ 10 വയസ്സ്, 4ാം ക്ലാസ് കഴിഞ്ഞു. ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടും മോളുണ്ടായതിന് ശേഷം പപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല എന്നായിരുന്നു മോൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇവനിങ്ങനെ ഭയങ്കര ഉപദ്രവം അല്ലെങ്കിൽ പോലും ഞങ്ങളെ കാണാത്ത രീതിയിൽ ചെറിയ രീതിയിൽ കൊച്ചിനെ ഉപദ്രവിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൊച്ചു എന്ന് പറയുമ്പോൾ പപ്പ മോനെ വഴക്ക് പറയും. അപ്പോൾ അങ്ങനെ അവന് ഭയങ്കര ദേഷ്യം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ ഒരു 5 മാസം മാറി നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. ഇപ്പോൾ എന്ത് കാര്യം ചോദിച്ചാലും മമ്മി ചേട്ടന് കൊടുത്തോ, അല്ലെങ്കിൽ ചേട്ടനെ കാണിക്കുക. ഇന്നലെ തന്നെ ഞങ്ങൾ സ്പെക്സ് മാറാൻ പോയിപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് കാണിക്കുക. മമ്മി ചേട്ടനോട് ചോദിക്കുക ഭംഗിയുണ്ടോ ചോദിക്കുക. ഞാൻ വണ്ടടിച്ചു പോയി. അതുപോലെ കഴിഞ്ഞ ദിവസം അവൾക്ക് പനി വന്നപ്പോൾ ഞാൻ കഞ്ഞി കോരി കൊടുത്തിട്ട് മോട്ടർ ഓഫ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ തിരിച്ചു വന്നപ്പോൾ മോൻ വന്നിട്ട് മോക്ക് കഞ്ഞി കോരി കൊടുക്കുക. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ള കാര്യമാണ്, ദൈവമേ ഈ പിള്ളേർ തമ്മിൽ എന്താണ് ഇത്രയും ഒരു ശത്രുത പോലെ തുടങ്ങണത്, അതെന്തിനാണ് ഇങ്ങനെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇവർക്കും ഞാൻ നാട്ടിലുണ്ടായ സമയത്ത് എപ്പോഴും ഞാൻ ഉടമ്പടി തൈലും എല്ലാം തേച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെയും പരിശുദ്ധ കുമാരൻ്റെയും അനുഗ്രഹം ഒന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 1-ാം തിരുവചനമാണ്. 3 വർഷത്തോളമായി ജോലിക്ക് ശ്രമിച്ചിട്ട് ജോലിയൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഈ മകൾക്ക് എങ്ങനെയാണ് പിന്നീട് ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കുമ്പോൾ, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ജോലിയിലേക്കുള്ള അതായത് ജോലി ലഭിക്കുക എന്നുള്ളതാണ് നാം സാക്ഷ്യത്തിലൂടെ ആദ്യം കേട്ടത്. 11 വർഷം നേഴ്സായിട്ട് ജോലി ചെയ്ത മകള് 5 വർഷത്തെ ഗ്യാപ്പ് പിന്നീട് വന്നു. അതിനുശേഷമാണ് തനിക്ക് എപ്പോഴും ഉണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു വിദേശത്തേക്ക് പോകണമെന്ന്. അപ്പോഴതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ കൂടെയുള്ളവരുമൊക്കെ പോയി എന്നാണ് നാം കേട്ടത്. ഈ മകൾക്ക് ശേഷം
അപ്ലൈ ചെയ്തവർക്കുമൊക്കെ പോകാൻ സാധിച്ചു. എന്നാൽ ആ ഒരു ഡിലേ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പിന്നീട് ലിജി പോളിന് മനസ്സിലായി. അതായത് തനിക്ക് കുറേയേറെ നന്മകൾ തരാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഡിലേ ഒക്കെ എന്നാണ് ഇപ്പോൾ ഈ മകൾ വീണ്ടും പറഞ്ഞത്. അതായത് അവിടെ അക്കോമഡേഷൻ്റെയൊക്കെ റൂം റെൻറ്റ് അതെന്തുമാത്രമാണ്, ഇതൊക്കെ നാം കേട്ടതാണ്. അതായത് 3 ബെഡ്റൂം ഈ മകൾക്ക് 450 പൗണ്ടിനാണെങ്കിൽ, അല്ലേ, ആണോ, ആണെങ്കിൽ അതായത് 45,000 രൂപ. അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർക്ക് സിംഗിൾ ബെഡ്റൂമിന് 850, അതായത് 85,000 രൂപയോളം അവരവിടെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ, അതുപോലെ ഈ മകൾക്ക് കിട്ടിയ സേവനം ചെയ്യുവാനായിട്ട് കിട്ടിയ ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റലിൻ്റെ സെൻസ് സീനിയർ കെയർ ഹോമാണ്. അപ്പോഴവിടെയും ജോലികളൊക്കെ വളരെ നല്ല രീതിയിൽ ഏറ്റവും നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ മകൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നു തൻ്റെ മറ്റ് സഹപ്രവർത്തകരെക്കാൾ. അപ്പോൾ ഇതൊക്കെ നമ്മോട് പറയുക അമ്മയുടെ കരുതലാണ്. ഒരു പരിശുദ്ധ അമ്മ നാം കേട്ട തിരുവചനം പോലെ രക്ഷിക്കാൻ കഴിയാത്ത വിധം, കരങ്ങൾ കുറുകിപ്പോയിട്ടില്ലാത്ത, കേൾക്കാനാവാത്ത വിധം, കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടില്ലാത്ത തമ്പുരാനോടാണ് നാം പ്രാർത്ഥിക്കുക. അപ്പോഴവിടെ താമസം വന്നാലും അത് ഏറ്റവും നല്ലതിനായിരിക്കും. അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക. അങ്ങനെ ഈ മകളുടെ ചിരകാല അഭിലാഷമായിരുന്നു UK പോകണമെന്ന്. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ ഈ മകൾക്ക് പോകുവാനും സാധിക്കുന്നു. ആ ഡേറ്റിന് മുമ്പ് പോകുവാൻ സാധിച്ചു എന്നാണ് ഈ മകൾ പറയുക. പിന്നീട് തൻ്റെ അലർജി, 25 വർഷമായ അലർജി, അതുപോലെ മൈഗ്രെയിൻ, 10 വർഷത്തോളമുള്ള മൈഗ്രെയിൻ്റെ പ്രോബ്ലം, പിന്നെ കുടുംബത്തിലുണ്ടായിരുന്ന മറ്റ് അസ്വസ്ഥതകൾ, ഇതൊക്കെ എങ്ങനെയാണ് അമ്മയുടെ മധ്യസ്ഥത്തിന് വരുമ്പോൾ ഈശോ കൃപകളാക്കി മാറ്റി കൊടുക്കുക. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ് എല്ലാം ചെയ്യുക. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. അതുപോലെ ടൈം ഷോർട്ടനിങ്, സമയ ചുരുക്കം, ഇതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാൻ കഴിയും. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.